ആ വോട്ടുകൾ നഷ്ടമാകുമെന്ന് കോൺഗ്രസ് ഭയക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. അല്ലാതെ ലീഗിനോടുള്ള അതൃപ്തിയോ ഒന്നുമല്ല. പക്ഷെ CPIM-ന് ആ ഭയമില്ല. അവർക്കൊപ്പമുള്ള കേഡർ വോട്ടുകൾ, ഞാൻ അതായത് അതിൽ സുജീവ് പറഞ്ഞതിനോട് യോജിക്കുന്നു. അതാണ് എൻ്റെ ഒരു ആശങ്ക. കോൺഗ്രസിനുള്ളിലുള്ള ഉള്ളിൽ നിന്ന് പോകും വോട്ട് ചോർച്ച. UDF-ന്റെ ആശങ്കയല്ല, നേരത്തെ കോൺഗ്രസിന്റെ ആശങ്കയാണ്. UDF-നുള്ളിലെ ആശങ്കയേ അല്ല, കോൺഗ്രസിനുള്ളിലെ ആശങ്ക. അത് കോൺഗ്രസ് എങ്ങനെയാണോ അതാണ് പറഞ്ഞത്, BJP-യുടെ ഒരു ബി ടീമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു മൃദു ഹിന്ദുത്വ ലൈൻ പാർട്ടിയുടെ സംഘടനാ രീതി സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ഭയമാണ്. ഞാൻ ആശങ്കയായിട്ട് ഇവിടെ നോക്കൂ, CPI-യുടെ സീറ്റുമായിട്ട് നമ്മൾ ലീഗിൻ്റെ സീറ്റ് താരതമ്യം ചെയ്യരുത്. CPI-ക്ക് LDF-ൽ CPM 4 സീറ്റ് കൊടുക്കുന്നത് ചരിത്രപരമായ CPI-യുടെ റോൾ കൊണ്ടാണ്. CPI-യിൽ നിന്നാണല്ലോ CPM ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർലമെൻറ്റിൽ കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടാവുക എന്നുള്ളത് CPM-ൻ്റെ കൂടി ഒരു ആഗ്രഹമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 സീറ്റ്, അല്ലാതെ CPI-ക്ക് 4 സീറ്റിൽ സ്വാധീനമുണ്ടെന്ന് CPI പോലും അവകാശപ്പെടില്ല. അതേസമയം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ മത്സരിക്കുന്ന 25 സീറ്റുകൾ ഡിവൈഡഡ് ബൈ 7 കൂട്ടിയാൽ അവർക്ക് 3 സീറ്റിനുള്ള അവകാശമുണ്ട്. ഒന്നുകൂടി ഉണ്ട് കേട്ടോ. അതായത് CPI 4 സീറ്റിൽ മത്സരിപ്പിക്കുന്നെങ്കിലും വിന്നബിലിറ്റി ഉള്ളത് ഒരു സീറ്റിലാണ്. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിൽ അങ്ങനല്ല, 2 സീറ്റിൽ വയനാട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോക്കരുത്. നോക്കേണ്ടത് മാവേലിക്കര എന്താ വിന്നബിലിറ്റിയില്ലേ, തിരുവനന്തപുരം വിന്നബിലിറ്റി ഉള്ള സീറ്റ് ആയിരുന്നില്ലേ, അതുപോലെ തൃശ്ശൂർ വിന്നബിലിറ്റി ഉള്ള സീറ്റ് ആയിരുന്നില്ലേ. പൊന്നാനി ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, പിന്നീട് അത് വയനാടായി മാറി എന്ന് മാത്രമേ ഉള്ളൂ. പൊന്നാനിയിലും ഇപ്പോഴും LDF-ന് വിജയസാധ്യതയുള്ള സീറ്റായിരുന്നു. ഇനി അത് വയനാട്ടിലേക്ക് പോയാൽ നോക്ക്, ഞാൻ ഒരു കാര്യം പറയാം ഡോക്ടർ അരുൺ, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ആണെങ്കിൽ തന്നെയും ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമായിരിക്കും വയനാട് ലോക്സഭാ മണ്ഡലം ആനി രാജയിലൂടെ. അതിന് കാരണം ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നോക്കൂ, ഇന്ന് ദേശീയ തലത്തിൽ നമുക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഒരു വികാരവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ബിംബമുണ്ട് എങ്കിൽ ദേശീയ തലത്തിൽ അത് ആനി രാജയാണ്. പക്ഷേ എൻ്റെ ഒരു സംശയം, അതൊക്കെ തിയററ്റിക്കലി ശരിയാണെങ്കിലും ഇന്നലത്തെ ചർച്ചയിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഇത് സൂചിപ്പിച്ചു, ഒരു ഭാഗത്ത് ഏകദേശം 13% വരുന്ന സഭാ നേതൃത്വം ശക്തമായി ഇടഞ്ഞു നിൽക്കുകയാണ്. അവരുടെ ഒരു വോട്ട് ഇടതുപക്ഷത്തിന് ഈ ഘട്ടത്തിൽ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? കർഷകരുടെ കാര്യം ഒരു കാര്യം, അംഗീകരിക്കുന്നു. വന്യമൃഗ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വന്യമൃഗ ആക്രമണത്തിന്റെ കാര്യത്തിലൊക്കെ തന്നെയും സ്വാഭാവികമായും ആന്റി. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇതാ ഇന്നത്തെ നമ്മൾ ഇന്നലെ മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ള എന്താണ്, അല്ലെങ്കിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, പിണറായി വിജയൻ സർക്കാരിനെതിരെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നു. ഞാനും അത് അംഗീകരിച്ച ആളാണ്. പക്ഷേ നമ്മളിത് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നോക്കുമ്പോഴേക്കും അങ്ങനെയാണ് പിന്നെ ലോക്സഭയിൽ ഡിഫറൻറ്റ് പിന്നെ പറയുന്നത് ഈ പറയുന്ന ആന്റി അവിടെ വരണമെന്നില്ല. നിയമസഭയിൽ എങ്ങനെയാ ഘടകമാവുന്നത്? അല്ല, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് നോക്കുക, അത് നമ്മൾ ഒരു സബ് പോയിന്റ് ആണ്. അതായത് പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ തന്നെയാണ് മത്സരിക്കുന്നത് വേഴ്സസ് ആനി രാജയാണെന്ന് വിചാരിച്ചോളൂ. കഴിഞ്ഞ തവണ എത്രയാ സ്മൃതി രാഹുലിന് കിട്ടിയത്? 2 ലക്ഷത്തിൽ താഴെ ആയി എന്ന് വിചാരിച്ചോ, അതുണ്ടാകുന്ന പ്രതിച്ഛായ നഷ്ടം എത്രയായിരിക്കും? 2 ലക്ഷം ഞാൻ കൂട്ടുന്നില്ല, ഞാനൊന്ന് കടുപ്പിച്ച് പറയാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. 1 ലക്ഷമൊക്കെ ആയി പോയാൽ ഉണ്ടാകാവുന്ന അടിയുടെ ആഴം എത്രയാണ്, അടിയുടെ ആഘാതം എത്രയാണ്? അവിടെ രാഹുൽ ഗാന്ധി, നേരത്തെ അരുൺ പറഞ്ഞതാണ് കറക്റ്റ്, രാഹുൽ ഗാന്ധി വരാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും കുറയാൻ സാധ്യതയില്ല. അല്ല, രാഹുൽ കുറയാൻ സാധ്യതയില്ല. ഒന്നാന്തരമായി നിങ്ങൾ തിരിച്ചാണ് ആനി രാജ ആണെങ്കിൽ അവിടെ ക്രിസ്ത്യൻ വോട്ട് ആനി രാജക്കും കൂടെ സ്പ്ലിറ്റ് ചെയ്തു പോകും. മാത്രമല്ല മുസ്ലിം വോട്ടുകൾ ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ തന്നെ ഷിഫ്റ്റ് ചെയ്യും. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ അങ്ങനെയല്ല സ്മൃതി, നിങ്ങൾ ലീഗുകാരോട് വിളിച്ച് സംസാരിച്ചു. അപ്പോ അവര് കൃത്യമായി രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ബിജെപിക്കെതിരെ എടുക്കുന്ന സ്വന്തം നിലപാടിൽ വെള്ളച്ചാലാവും. അതൊരിക്കലും ലീഗ് ചെയ്യില്ല. എന്തിന് കേരളത്തിൽ വന്ന് CPI-ക്കെതിരെ മത്സരിക്കുന്നു എന്ന ചോദ്യം ലീഗ് ഉയർത്തുവോ? പരസ്യമായി ഉയർത്തുവോ? രഹസ്യമായി നല്ല ഒന്നാന്തരമായി ഉയർത്തും. രാഹുൽ ഗാന്ധി
MM ഹസനെയോ ഷാനിമോൾ ഷാനിമോൾ ഉസ്മാനോ ഒക്കെ വന്നാൽ ഔട്ട് ഓഫ് ക്വസ്റ്റൻ ആണ് ലീഗ് എടുക്കാൻ പോകുന്ന നിലപാട്. പക്ഷേ രാഹുൽ ഗാന്ധി വരുന്നതിനെതിരെ ലീഗില് മുറുമുറുപ്പുണ്ട്, ലീഗിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ലീഗ് അത് രഹസ്യമായി പറയുന്നുണ്ട്. പരസ്യമായി ഇതുവരെ രാഹുലിന്റെ കാര്യത്തിൽ മാത്രം ഒരു അഭിപ്രായവും അവർ രാഹുൽ ഇല്ലെങ്കിൽ വയനാട് രാഹുൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത്? അത് വേറെ വിഷയം. അത് വേറെ അഭിപ്രായം. വിശദമായി ചർച്ച രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും മത്സരിക്കണ്ടേ? അമേഠി ഞാൻ സോറി അതായത് അമേഠിയിലും റായ്ബറേലിയിലും സോണിയാഗാന്ധി പിൻവാങ്ങിയല്ലോ. അമേഠിയിൽ നിന്നും കൂടി രാഹുൽ ഗാന്ധി പിൻവാങ്ങിയ പിന്നെ ഇവരെന്തിനാണ് അവിടെ പോയി 17 സീറ്റിൽ മത്സരിക്കുന്നത്? സമാജ്വാദി പാർട്ടി 17 സീറ്റ് കൊടുത്തിരിക്കുകയാണ്. അവിടെ രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കുന്നില്ല. സമാജ്വാദി പാർട്ടി ഇതിനകത്ത് കുറച്ച് സീറ്റെങ്കിലും പ്രധാനപ്പെട്ട ആളുകളെ ആനി രാജയ്ക്ക് എന്തുകൊണ്ടാണ് CPIയുടെ ഒരു കാലത്തെ ബാസ്റ്റനായ ബംഗാളിൽ പോയി മത്സരിക്കാത്തത്? CPIയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായ ആനി രാജ എന്തുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിൽ പോയി മത്സരിക്കാത്തത്? എന്തിനാണ് വെസ്റ്റ് ബംഗാളിൽ പോയി മത്സരിക്കേണ്ടത്? പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയല്ലായിരുന്നു വെസ്റ്റ് ബംഗാൾ. എന്താ കോണ്ടെക്സ്റ്റ് എന്താ? നിങ്ങൾ അമേഠിയിൽ പോയി രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് പറഞ്ഞാൽ തിരിച്ചു ഒരു ചോദ്യം ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസിൽ പോയി മത്സരിച്ചുകൂടെ? സോറി, ആനിരാജയ്ക്ക് കേരളവുമായി ബന്ധമുണ്ട്. രാഹുൽ ഗാന്ധിക്ക് കേരളവുമായി സാറേ അതായത് റായ്ബറേലിയിൽ സോണിയാഗാന്ധി ജയിച്ചു നിൽക്കുകയാണ്, സിറ്റിംഗ് സീറ്റാണ്. അമേഠിയിൽ വെറും 50,000 വോട്ടിനാണ് രാഹുൽ ഗാന്ധി തോറ്റത്. ഇപ്രാവശ്യം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, തലയിൽ കുടവായിട്ട് പോവാണ് സ്മൃതി ഇറാനി. കാരണം ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആ സ്ത്രീ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ അവിടെ ആ പറയുന്ന നഷ്ടം, ആ പറയുന്ന കോൺഫിഡൻസ് കുറവ്, അത് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാനുള്ള ധൈര്യം രാഹുൽ ഗാന്ധിക്ക് ഇല്ല എങ്കിൽ ഇവിടെ വന്ന് വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ ആ കഷ്ടം. ശരി. Meet the editors.